ഇടിമിന്നൽ സമയത്ത് അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഈ 3 കാര്യങ്ങൾ വളരെ വലിയ അപകടത്തിലേക്ക് നയിച്ചേക്കാം. നമ്പർ 1, മരത്തിനടിയിൽ അഭയം പ്രാപിക്കുന്നത്. ഉയർന്ന വസ്തുക്കളിലാണ് ഇടിമിന്നൽ ആദ്യം പതിക്കുക. മരത്തിനടിയിൽ നിൽക്കുന്നത് ഡയറക്റ്റ് ഹിറ്റ് അല്ലെങ്കിൽ സൈഡ് ഫ്ലാഷ് ബാധിക്കുവാനുള്ള അവസരം കൂട്ടുന്നതാണ്. നമ്പർ 2, റബ്ബർ ചെരുപ്പ് ധരിച്ചാൽ ഇടിമിന്നൽ ഏൽക്കില്ല എന്ന ധാരണ. ഇത് വളരെ തെറ്റായ ഒരു ധാരണയാണ്. ഇടിമിന്നലിലെ ദശലക്ഷക്കണക്കിന് വോൾട്ട് പ്രഹരമുള്ള വൈദ്യുതിയെ പ്രതിരോധിക്കാൻ സാധാരണ റബ്ബർ ചെരുപ്പുകൾക്ക് സാധിക്കുകയില്ല. നമ്പർ 3, മഴ കുറവാണെങ്കിൽ മിന്നൽ ശക്തിയുണ്ടാവില്ല എന്ന ധാരണ. ഇതും തീർത്തും തെറ്റാണ്. കിലോമീറ്ററുകൾക്ക് അകലെയുള്ള മേഘങ്ങളിൽ നിന്ന് പോലും ശക്തമായ ഇടിമിന്നൽ ഏൽക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ സമയങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മുൻകരുതലുകൾ: ആദ്യം തന്നെ തുറസായ സ്ഥലത്തിൽ നിന്ന് ഇൻഡോറിലേക്ക് മാറുക. വീട്ടിനകത്തെത്തിയാൽ ഹോം അപ്ലയൻസുകൾ പൂർണ്ണമായി സ്വിച്ച് ഓഫ് ചെയ്യുക. ജനലുകൾ, വാതിലുകൾ എന്നിവയുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുക. ഇനി തുറസായ സ്ഥലത്താണ് നിൽക്കുന്നതെങ്കിൽ ഉയർന്ന പ്രദേശങ്ങളും ഗ്രൗണ്ടുകളും പൂർണ്ണമായി ഒഴിവാക്കുക. ജലാശയങ്ങളുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുക. കാറിനുള്ളിലാണെങ്കിൽ കാറിനുള്ളിൽ തന്നെ തുടരുക. വിൻഡോകൾ പൂർണ്ണമായി അടയ്ക്കുക. വാഹനത്തിന്റെ ലോഹഭാഗങ്ങളിൽ സ്പർശിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഓർക്കുക, ഒരു ചെറിയ അശ്രദ്ധ വരെ വളരെ വലിയ അപകടത്തിലേക്ക് നയിച്ചേക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഒരു ഇൻഫോർമേഷൻ ഇപ്പോൾ തന്നെ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള ടിപ്സിനായി എൻ്റെ ഈ പേജ് ഫോളോ ചെയ്യുക.